BMW K1600. ഇതേ സെയിം ബൈക്കാണ് നമ്മളെ പ്രവചനമുള്ളത്. സെയിം 2 ഇരട്ടകളാണ്, ട്വിൻസ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഹാർലി ഡേവിഡ്സന്റെ ഫാറ്റ് ബോയ് എന്ന ബൈക്കാണ്. നമ്മൾ ടെർമിനേറ്റർ സിനിമയിൽ അർണോൾഡ് ഓടിക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ, ആ ബൈക്കാണ്. അപ്പോൾ ഈ ബൈക്ക് ആ സിനിമയിൽ കണ്ടതാണ്. അപ്പോൾ പോകട്ടെ, എല്ലാം ഓക്കെ ആണല്ലോ. LAPG കട്ടക്ക് നിൽക്കണം. സത്യം പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിയാണ് ഈ ഒരു നിമിഷം. ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമേ മനസ്സിലാവുള്ളൂ ആ ഒരു സന്തോഷം എന്താണെന്നുള്ളത് അല്ലേ. ഓ ഇവരൊക്കെ ബൈക്ക് ഓടിക്കണം, പ്ലെയിൻ ഓടിക്കണം, ഇങ്ങനെ പോകണം. ഫ്രണ്ടിൽ ഇപ്പോൾ ആൾക്കാർ കാണാമല്ലോ, അവർ പറന്നു പോയിട്ടാ. എൻ്റെ അമ്മോ, അങ്ങനെ വിട്ടാൽ പറ്റൂല്ലോ. നമ്മളെ വണ്ടി സ്പീഡുണ്ട്, കാണിക്കണ്ടേ? 80-90 പോകും നമ്മളെ വണ്ടി സൂപ്പറായിട്ട്. അപ്പോൾ പൊന്മുടി ഒരു ബൈക്ക് റൈഡ് പോവുകയാണ്. ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം പൊന്മുടി പോയിട്ടുണ്ട് നമ്മള്. അപ്പോൾ ഇപ്രാവശ്യം പോകുന്നത് ഒരു ഗ്യാങ് റൈഡാണ്. ഒരു എന്ത് പറയാ, ഒരാൾ മാത്രമല്ല, ഒരു 10 പേര് കാണുമായിരിക്കും അവിടെ പോകുമ്പോൾ അറിയാൻ പറ്റും. ആൾക്കാരെന്ന് പറയുന്നത് SBRC സദേൺ ബ്രദേഴ്സ് റൈഡിംഗ് ക്ലബ്ബ് നമ്മളെ പ്രവീൺ ചേട്ടന്റെ ഗ്യാങ് ആണ്. അവരിവിടെയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ് ഇതുപോലെ ഗ്രൂപ്പ് റൈഡ് പോകുന്നത്, അത് പ്രൊഫഷണൽ റൈഡറിനും കൂടെ. അപ്പൊ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് മിസ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പൊ ഇതിനു മുമ്പ് കുറെ റൈഡ് വിളിച്ചാണ്, എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റിയില്ല. അപ്പോഴും ഫുൾ തിരക്കായിരുന്നു. ഇന്ന് തിരക്ക് തന്നെ, പക്ഷെ ഇന്ന് ഈ റൈഡ് എനിക്ക് പോയാൽ പറ്റുമെന്ന് പറഞ്ഞ് തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ട്രിവാൻഡ്രം ടു പൊന്മുടി ഒരു സൂപ്പർ ഗ്രൂപ്പ് ബൈക്ക് റൈഡാണ് പോകുന്നത്. ബൈക്ക് എന്ന് പറയുമ്പോൾ സാധാ ബൈക്കല്ല, എല്ലാം സൂപ്പർ ബൈക്കാണ്. എന്റേത് മാത്രം സാധാരണ ബൈക്ക്. അപ്പൊ പോകുന്ന വേറെ ഒന്നും പറയാനില്ലോ. ഗ്ലൗസ് ഇട്ടില്ല ഒരു മിനിറ്റ്. സത്യം പറഞ്ഞാൽ ഭയങ്കര എപ്പോഴൊക്കെയാണ്. രാവിലെ കുറെ ജോലി ഉണ്ടായിരുന്നു, തീർത്തായിരുന്നു. 1 മണിക്ക് വരാൻ 10 മണി 12 മണിയായി. ഇവിടുന്ന് 1 മണിയാവും. 1 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടണം പ്രത്യേകം പറഞ്ഞിരിക്കണം. നേരത്തെ വരാൻ പറഞ്ഞ് എപ്പോഴും പോലെ താമസിക്കാൻ പാടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഓക്കെ, എല്ലാം ഓക്കെ ആണല്ലോ. ബാഗ്, ഗ്ലൗസ്, പേഴ്സ്, ഫോണ്. പേഴ്സ് എടുത്തില്ല, പേഴ്സ്, ഫോൺ അവിടെ ഇരിക്കുന്നത്. ഫോൺ റെയിൻകോട്ട് കുടിക്കാനുള്ള മൈക്ക് താഴെ. ഓക്കെ, അപ്പൊ എല്ലാം അടുത്ത് വെച്ചിട്ട് വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ LAPG കട്ടക്ക് നിൽക്കണം. പറ അപ്പോൾ ഓക്കെ പോവാം. ബ്ലാക്ക് ബൈസൺ സൂപ്പർ ആണല്ലോ. നല്ല അടിപൊളിയായിട്ട് നല്ല വാട്ടർ സർവീസ് ചെയ്ത് നല്ല പുതിയ ബൈക്ക് പോലെയായി. നല്ല കുട്ടപ്പന ഗ്ലാമറായി. നമ്മൾ തന്നെ നടക്കണം. ഓക്കെ, ഷെയിൽ ലൂബ് അടിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ക്ലച്ച് കേബിളൊക്കെ മാറ്റി നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. ഇനി വണ്ടി കുറേ പണിയൊക്കെ ഉണ്ട്, ഭാവിയിൽ ചെയ്യാം. ഇപ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ഓടാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഓക്കെ, പോയിട്ട് ബൈ, സീ യു, ടാറ്റ, ബൈ ഷൂട്ടിങ്. പോയിട്ട് ടാറ്റ പറ, ടാറ്റ. ഓക്കെ ബൈ, നാളെ കാണാം. പയ്യെ പോകാം, കുഴപ്പമില്ല. പോയിട്ട് ഓക്കെ ബൈ. ഓക്കെ, നമ്മൾ നൈശ്വര്യമായിട്ട് വീട്ടിൽ തന്നെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട് കുടിക്കാനുള്ള വെള്ളം എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒരു വിഷയമില്ല. എല്ലാം അടുത്ത് വെച്ചാൽ എന്തൊക്കെയോ മറന്ന പോലെ ഫീൽ ആയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുള്ളൂ റൈഡ് പോകുമ്പോഴൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പൊന്മുടി പോയിട്ട് നാളെ രാവിലെ വരുള്ളൂ. രാവിലെ ഉച്ചയ്ക്ക് വരുമായിരിക്കും. അവിടെ സ്റ്റേ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പെട്രോൾ അടിച്ചിട്ടുണ്ട് 110 രൂപയ്ക്ക് 1 ലിറ്റർ. നേരത്തെ കുറച്ച് പെട്രോൾ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് 3.5 ലിറ്റർ കാണുമായിരിക്കും. മതി, പോയിട്ട് കറക്റ്റായി. നമുക്ക് എന്തായാലും പോകാൻ 60 കിലോമീറ്റർ, വരാൻ 60 കിലോമീറ്റർ, മൊത്തം ട്രാവലിംഗ് 120 കിലോമീറ്റർ ആണ്. അപ്പോൾ കറക്റ്റായിരിക്കും, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം വന്നേക്കുന്നത് പ്രവീൺ ചേട്ടൻ്റെ വീട്ടിലാണ്. വീടെത്തിയിട്ടുണ്ട്. കിട്ടില്ല ബൈക്ക് BMW. എൻ്റെ അമ്മോ, ഈ ബൈക്ക് ഉണ്ട്, ഹാർലി ഡേവിഡ്സൺ. എൻ്റെ അമ്മോ, ഇതൊക്കെ എന്തോന്നില്ല. ഇവരൊക്കെ മുമ്പിൽ കൂടെ നമ്മളൊക്കെ പിടിച്ച് നിൽക്കുമോ. ഹാർലി ഡേവിഡ്സൻ്റെ അത് മോഡൽ. ഇത് ഹാർലിയുടെ, അത് USA, ഹാർലി ഡേവിഡ്സൺ USA. ഹായ് അതെയാ, ഈ ബൈക്കിലാണ് പറഞ്ഞത്. പിന്നെ കാറിൽ ബാക്കപ്പില്ല. ബൈക്ക് എടുക്കാത്തത്. സുഖമാണോ? നമ്മളെ പ്രവീണ എത്തിയിട്ടുണ്ട്. ദാസണ്ണ അല്ലേ, നമ്മൾ അയൺ സിനിമയിലെ സൂര്യയുടെ ദാസനം പോലെ നമ്മൾ അണ്ണനാണ് പ്രവീണ. നമ്മള് രംഗാണ്, അത് മാറിക്കൊണ്ടേ. എന്നാ സുന്ദനെ പ്രവീണ. അപ്പോൾ ആ ബൈക്ക് കണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ബൈക്കാണ്. ഈ ബൈക്കിൻ്റെ എഞ്ചിൻ്റെ വെയിറ്റ് തന്നെ നമ്മളെ ബൈക്കിനേക്കാൾ കൂടുതലായിരിക്കും അല്ലേ. ഇരുന്ന് നോക്കാം, ഇരുന്ന് നോക്കി. സംഭവം സെറ്റ്. അയ്യോ സോറി, സൗണ്ട് കേൾക്കൂല്ലേ. ഇതൊക്കെ ഭയങ്കര ഒന്നുമില്ല. മക്കൾ ഉറങ്ങിക്കോട്ടാ. വിളിക്കണ്, നിങ്ങൾ ബൈക്കാണോ? ചുമ്മാ കയറി ഇരുന്ന് നോക്കിയത്. ഇത് ഭയങ്കര ഇപ്പം എന്ത് ചെയ്യണത്? എന്ത് ചെയ്യണം? ഓഫ് ചെയ്യണോ? അത്ര തന്നെ. ഓഹോ, ഇത്ര സെൻസറാണല്ലേ ഇത്. ആള് ഭയങ്കര തൊട്ടാവാടിയാണ്. തൊട്ട് കഴിഞ്ഞാൽ അപ്പം ദേഷ്യം വരും പുള്ളിക്ക്. ഇതേതോ കൂടിയ ഇനമാണ്, ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് അകത്ത് പോകുമ്പോൾ ആദ്യം അകത്ത് പോയിട്ട് വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് പുറപ്പെടാം. സമയമായിക്കൊണ്ടിരിക്കണം. നമ്മളെ ബിമലേട്ട എത്തിയിട്ടുണ്ട്. ബിമലേട്ടാ, അപ്പോൾ എല്ലാ ടീമും എത്തിയിട്ടുണ്ട്. വേറെ വിഷയമില്ല, പുറപ്പെട്ടാൽ മാത്രം മതി ഇല്ലേട്ടാ. അപ്പോൾ എങ്ങനെ പറ, എന്തെങ്കിലും പറയാണ്ടേ പറ ബ്ലോഗിനകത്ത്. ഇന്ന് കണ്ടുമുട്ടിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതന്നെയല്ലേ, എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടോ? ഉള്ളത് തന്നെ അഭിനയില്ലല്ലോ. ഓക്കെ ഓക്കെ, റൈഡിങ് ജാക്കറ്റ് മാത്രമേ ഉള്ളൂ, റൈഡിങ് ഗീതൊന്നുമില്ല, പാൻറ്റൊന്നുമില്ല. ചൂടല്ലേ, സഹിക്കാൻ പറ്റും. അത്ര തന്നെ. മക്കളോടെ പിള്ളേർ ഇന്ന് സ്കൂളുണ്ടല്ലേ ശനിയാഴ്ച? ഓക്കെ ഓക്കെ, ചേർസ് പറഞ്ഞില്ല. എന്ത് പറ്റി, പല്ല് കളഞ്ഞു പോയാ? ചേട്ടാ അവിടെ പോയി? അവർക്ക് പോകണ്ടല്ലേ ഇന്നല്ലേ സ്കൂളിൽ? അവർക്ക് പോകണ്ട, ലീവ് തന്നെ.
അപ്പോൾ ഓക്കെ പുറപ്പെടാൻ വേറെ വിഷയമൊന്നുമില്ലല്ലോ, എല്ലാം സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ബൈക്കുണ്ട്, ഇത് നമ്മുടെ ബിമലേട്ടൻ്റെ ബൈക്കാണ്, BMW K 1600. ഇതേ സെയിം ബൈക്കാണ് നമ്മളെ പ്രവചനം ഉള്ളത്. BMW K 1600 ഉണ്ടാ, സെയിം രണ്ട് ഇരട്ടകളാണ്, ട്വിൻസ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഹാർലി ഡേവിഡ്സന്റെ ഫാറ്റ് ബോയ് എന്ന ബൈക്കാണ്. നമ്മൾ ടെർമിനേറ്റർ സിനിമയിൽ അർണോൾഡ് ഓടിക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ, ആ ബൈക്കാണ്. അപ്പോൾ ഈ ബൈക്ക് ആ സിനിമയിൽ കണ്ടതാണ്, ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഫാറ്റ് ബോയുടെ ഓണർ നമ്മളെ അമലേട്ടനാണ്. ഹായ്. അപ്പോൾ വണ്ടി എങ്ങനെ ഉണ്ട്? വണ്ടിയെ പറ്റി പറയാം. അടിപൊളിയാണല്ലേ? ഇവർക്കൊക്കെ എന്താ പ്രശ്നമെന്ന് പറഞ്ഞു ഉണ്ടായിരുന്നല്ലേ? ഓക്കെ കറക്റ്റ് മെയിൻറ്റെയിൻസ് ചെയ്ത് പോയാൽ വേറെ പ്രശ്നമല്ല വണ്ടിയിൽ. അതാണ് ദിവസമല്ല, ആഴ്ചയിൽ ഒരിക്കൽ ഓടിയിരിക്കണം. നമ്മൾ സംഭവം എന്താ പറയുക, ഇതുപോലത്തെ ബൈക്ക് എടുക്കാൻ നേരത്തെ നമ്മൾ ഓടൂല, വല്ലപ്പോഴും മാസത്തിലേക്ക് ഓടുള്ളൂ. അങ്ങനെ ഓടുമ്പോൾ ചെറിയ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ആഴ്ച വരെ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് റൈഡ് പോയാൽ മാത്രമേ ഇതുപോലത്തെ വണ്ടിക്ക് നിൽക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ വണ്ടിക്ക് ഭയങ്കര ഹീറ്റ് ഇഷ്യൂ ഉണ്ട്. അത് അങ്ങനത്തെ ബൈക്കാണ്, അത്രയും വലിയ എഞ്ചിന് അത്രയും പവർ കൊടുക്കുമ്പോൾ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ പോകട്ടെ, എല്ലാം ഓക്കെ ആണല്ലോ? LAPG കട്ടക്ക് നിൽക്കണം. വാ കല്ല് മണ്ണ്. അപ്പോൾ പ്രവീൺ ചേട്ടൻ്റെ ബൈക്ക് ഞാൻ ഓടിക്കാൻ പോവുകയാണ്, എൻ്റെ ബൈക്ക് പ്രവീൺ ഓടിക്കാൻ. ഓക്കെ, എന്തോ എങ്ങനെ ഈ ബൈക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കയറി ഇരുന്ന് പഠിക്കണം അല്ലേ ചേട്ടാ? അങ്ങനെയൊന്നുമില്ല, അത്ര തന്നെ. ഓടിക്കാൻ അറിയാമെങ്കിൽ ആർക്കും ഓടിക്കും, ശരിയാവില്ല, അത്ര തന്നെ. അതാണ്, വേറൊന്നുമില്ല. വണ്ടിക്ക് ഒരു വെയിറ്റ് കൂടുതൽ, അത്രേ ഉള്ളൂ. പിന്നെ ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ പറന്ന് പോകും. അപ്പോൾ ഇറങ്ങാന്നാ, ടാറ്റാ മക്കളെ, പോയിട്ടാമേ. പ്രാർത്ഥന പാത്തു അല്ലേ? പാത്തു പറ്റാ. അപ്പോൾ ഓക്കെ, പുറപ്പെട്ട സമയമായി. ഇതാണ് ബാക്കപ്പ് കാർ, സ്കോഡ. ഇത് ബാക്കിൽ നിന്ന് വരുമായിരിക്കും. ഇപ്പോൾ ഇവരൊക്കെ റൈഡ് പോകുമ്പോൾ ബാക്കപ്പ് കാർ ഇല്ലാതെ പോലും നമ്മളെപ്പോലെ നമ്മളിങ്ങനെ ബൈക്ക് എടുത്ത് ചുമ്മാ ഇറങ്ങും. വണ്ടി വഴിയിലാണെങ്കിൽ അവിടെ വെച്ച് നോക്കൂലേ. ഇവരൊക്കെ പക്ക സെറ്റപ്പിലേ പോകുള്ളൂ അല്ലേ? അത് പറ വ്ളോഗ് വന്ന്, ഞാൻ പറഞ്ഞ നിങ്ങളാ പറയേണ്ടതൊക്കെ. സുധീഷിൻ്റെ പേര് അറിയില്ല ഉണ്ടല്ലോ, വരി വിടല്ലേ? നിങ്ങളെന്നെ മറന്നല്ലേ? ഫോൺ വിളിച്ച് എടുക്കൂല, വാട്സാപ്പ് വിളിപ്പില്ല. ഒരു കാര്യം ചെയ്യും വിളിച്ചായിരുന്നു മറ്റേ അവർ, ഞാൻ പിന്നെ പറയാം. ഓക്കെ, പുറപ്പെടാ. അപ്പോൾ ഓക്കെ, എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കണം ഓരോരുത്തരായിട്ട്. വണ്ടി വെളി വരട്ടെ, ലോറി പോലെയാണ്, ബാക്കിൽ വണ്ടി ഒന്നുമില്ല വേറെ. ഇല്ല, പോട്ടെ. സിംഗയ്യറങ്ങിനെ കാട്ടുക്ക് വിരുന്ന്. സത്യം പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിയാണ് ഈ ഒരു നിമിഷം. കാരണം അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇതുപോലെ ബൈക്ക് റൈഡ് എന്ന് പറയുന്നത് ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമേ മനസ്സിലാവുള്ളൂ ആ ഒരു സന്തോഷം എന്താണെന്നുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് മൊത്തം 4 പേരുണ്ട്. ഒന്ന് ഈ BMW ബൈക്ക്, ഫ്രണ്ടിൽ വേറെ BMW, പിന്നെ ഹാർലി ഡേവിഡ്സന്റെ ബൈക്ക്, പിന്നെ എൻ്റെ ബൈസൺ യമഹ FCV3. അങ്ങനെ മൊത്തം 4 ബൈക്കാണ് ഇവിടുന്ന് പുറപ്പെട്ട് പോകുന്നത്. ബാക്കിൽ ഒരു ബാക്കപ്പ് കാർ ഉണ്ട്. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് 1-2 പേര് കാണുമായിരിക്കും. അവരും കൂടെ പിക്കപ്പ് ചെയ്ത് എല്ലാം ഒന്നിച്ച് പോവാം. ഉള്ളതാ പറന്നു പോയി. അയ്യോ, നമ്മൾ ബാക്കിലായിപ്പോയില്ല. എന്നാ മാറണ ഒന്ന്. എൻ്റെ അമ്മ എന്ത് സ്പീഡാണ് അങ്ങനെ പോണത്. അയ്യേ, നമ്മളൊക്കെ എവിടെ നിൽക്കണം? അത് നേരെ കൂടെ പിടിക്കാൻ പറ്റും? നമുക്ക് പിടിക്കാൻ പറ്റാത്തത് FCV3 ആരാണ് അല്ലേ? ബൈസണാണ്. ഇപ്പോൾ പറക്കണം നോക്കിയോ. പക്ഷേ ABS ഒന്നേ ഉള്ളൂ, ഫ്രണ്ട് മാത്രം, ബാക്കൊന്നും ഇല്ല. സ്കിഡായി വീട്ടിൽ ശ്രദ്ധിച്ചേ. ആഹാ, അങ്ങനെ വിട്ടാൽ പറ്റൂല്ല. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ പറയണ്ടേ? ഇത്രയും സ്പീഡിൽ പോയാൽ എന്തോന്നത്? ബാക്കിൽ നിന്ന് ഹാർലി പറഞ്ഞു. ഇവരൊക്കെ ബൈക്ക് ഓടിക്കണം, പ്ലെയിൻ ഓടിക്കണം, ഇങ്ങനെ പോകണം. നമ്മുടെ ബൈക്കിൽ 50 എന്ന് പറയുന്നത് ഒരു നല്ല സ്പീഡാണ്. അവരുടെ ബൈക്കിൽ 50 എന്ന് പറയുന്നത് മിനിമം സ്പീഡാണ്, ഏറ്റവും മുന്നിൽ. അതാണ് അത്ര സ്പീഡിൽ പോകണത്. ഫ്രണ്ടിൽ പോയി ആരും കാണാനില്ല, അവരങ്ങ് പറന്ന് പോയി എവിടെ പോയിട്ടാ. അയ്യോ, പക്ഷേ ഒന്നിച്ച് പോകാൻ വിചാരിച്ചാണ്. അങ്ങനെ വിട്ടാൽ പറ്റൂല്ലോ. നമ്മളെ വണ്ടി സ്പീഡുണ്ട്, കാണിക്കണ്ടേ? 80-90 പോകും നമ്മളെ വണ്ടി സൂപ്പറായിട്ട്. അന്ന് ഇടയ്ക്കറി വന്നാൽ അതാണ്, നമ്മൾ ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഇടയ്ക്കറി വരും. അതാ പോണവർ സംഭവം സ്ലോ ചെയ്ത് പോവേണ്ടത് എനിക്ക് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ അമ്മോ, അവരൊക്കെ ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകണം, ഓവർടേക്ക് ചെയ്ത്. അപ്പോൾ അവരുണ്ടാവും കൈ കൊടുത്തപ്പോൾ അങ്ങനെ പുല്ല് പോലെ കയറിപ്പോയി. ഞാൻ നോക്കി ഓവർടേക്ക് 100 നോക്കിക്കൊണ്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. കുഴപ്പമില്ല, കയറിപ്പോ. മണി ഇപ്പോൾ 2 ആയിട്ടുണ്ട്. നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കാട്ടാക്കട വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഈ റൂട്ട് പോയിട്ടില്ല, അവർ ബാക്കി ഫോളോ ചെയ്ത് പോവുകയാണ്. മാപ്പ് നോക്കിയില്ല. നമ്മളെന്നെ കാട്ടാക്കട ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ കാട്ടാക്കട പോയിട്ട് തന്നെ പോകണം കറക്റ്റ്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ലൊരു വെയിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഴക്കോളുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ കാണും, ഉറപ്പാണ്. മഴ ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടന്റ് സൂപ്പർ ആയിക്കോളൂ. നല്ല മഴയത്ത് നനഞ്ഞ് ചെളിയൊക്കെ അടിച്ച് തെറിപ്പിച്ച് അല്ലേ. ഇപ്പോൾ പെട്ടെന്നൊരു മഴ വന്നു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മളെ ഉണ്ട്. റെയിൻ കോട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അതാ കിടക്കയില്ലേ 3 പെട്ടികളൊക്കെ വണ്ടിക്കകത്ത്. ആ പെട്ടിക്കകത്ത് ഒരെണ്ണം കാണും എന്തായാലും. എന്നാൽ ഇൻഡിക്കേറ്റർ കിടക്കണം പറയും ചേട്ടാ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തില്ല ഇങ്ങനെ ഇതുവരായിട്ട്.
ഇവരെ വണ്ടിക്ക് ഭയങ്കര പിക്കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഇടുമ്പോഴാണ് ഒരു 30-40 പോണത്. ഇവർ ഫസ്റ്റ് ഗിയറിൽ തന്നെ 40-50 ചുമ്മാ എടുക്കുകയാണ്. നമ്മളെ ബൈക്കിന് 150 cc ആണ്, അവരുടെ ബൈക്കിന് 1600 cc ഉണ്ട്. ഇതിനേക്കാൾ 10 ഇരട്ടിക്ക് പവറുണ്ട്. അപ്പോൾ ആ ഒരു പവർ എന്തായാലും കാണും. എനിക്കെന്തെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ച് പോകുന്നത് ഭയങ്കര ആഗ്രഹമാണ്, ഒരേപോലെ ലൈനായിട്ട് പോകുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ബൈക്കിൻ്റെ ആ സ്പീഡിൻ്റെ കൂടെ നമ്മൾ എത്താൻ പറ്റില്ല. എങ്ങനെ പോലും 1/2 കിലോമീറ്റർ ഗ്യാപ്പ് ഇടയ്ക്കിടയ്ക്ക് വരെയാണ്. നമുക്കൊരു കിട്ടുന്ന സൂപ്പർ ബൈക്ക് വാങ്ങുന്ന വിഷയമേ ഉള്ളൂ അല്ലേ. അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ സതീശ പിന്നെ വേറെ ലെവലാക്കി പറക്കണത്. ഇതാ ബാക്കിൽ നിന്നൊരു ബൈക്ക് പറഞ്ഞു, സൂപ്പർ ബൈക്ക്. ഇത് സൂപ്പർ ബൈക്കൊന്നും ഇല്ല, ഇത് മറ്റേ ഹിമാലയ. ഇതാര് പുതിയ 2 പേര് കയറി ഇടയിൽ കയറി. ഇവരാണ് നേരത്തെ പറഞ്ഞ ആൾക്കാർ നമ്മളെ കൂടെ വരുന്നു പറഞ്ഞത്. അവർ വിതിരേന്ന് വരുന്നില്ല പറഞ്ഞത്. ഇതാര് പുതിയ 2 പേര്. ആരാ എന്തിനാ അതുപോലെ ഇപ്പോലെ. ശരി, ഇവരിക്കട്ടല്ലേ, രസമുണ്ട്. ഒരു ആൾ കൂടുമ്പോലെ ഒരു ഓളം ഉള്ളത്. തലയ്ക്ക് ഓളം പിടിക്കാതെ മതി, വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ തന്നെ ആര്യനാടുത്തിട്ടുണ്ട്. ആര്യനാട് ജംഗ്ഷനാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഇപ്പം നോക്കി അണ്ണ ഫ്രണ്ടിൽ കയറണത്. പൈസ എടു ഇതിൻ്റെ പവർ. ഇവരൊക്കെ ഓവർടേക്ക് നമ്മളെ ടീമിനോട് ചേർന്ന് പോകും. ബാബാ കമോൺ കൊയ്ക്ക്. ആ പുള്ളിയുടെ കയ്യിൽ ക്യാമറ ഉണ്ട് കേട്ടോ. ഇതാ ഫ്രണ്ടിൽ ഡ്യൂക്ക് ബൈക്ക് പോവുകയാണ്. അവരുടെ കയ്യിൽ ക്യാമറ ഉണ്ട്, ഗോപ്രോ. നമ്മളെ ഒരു വലിയ ബ്ലോഗർ അല്ലേ, നമ്മളെ മുമ്പിൽ വേറെ ബ്ലോഗറാണ്. ഇവിടെയും കോമ്പറ്റീഷൻ ഒന്നുമില്ല, എവിടെ പോയാലും കോമ്പറ്റീഷൻ ആണല്ലോ. വലിയ ശല്യമായാലും ഇത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ FC-ക്ക് ടയർ മാറ്റാൻ നേരത്തെ C8-ന്റെ പുതിയ മോഡൽ ടയറുണ്ട്, പുതിയ പാറ്റേണിലുള്ള ടയർ. ആ ടയർ ആ ഇട്ടുകളയിൽ ഭയങ്കര, അതായത് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ നേരത്ത് ബാക്ക് ടയർ കിടന്ന് ഭയങ്കര ഷേക്ക് ആകും പോലെ ഫീൽ ആയിരിക്കും. അത് പഞ്ചറായ എങ്ങനെയായിരിക്കും, അതായത് ആ ഒരു ഫീലാണ്. എന്തായാലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ടയർ വാങ്ങിച്ച് പോയി ഇത് എന്തായാലും മാക്സിമം യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പുതിയ ടയർ മാറ്റാൻ നേരത്ത് പഴയ പോലെ C8-ന്റെ നോർമൽ ടയർ ഇടാം അല്ലേ. ഇതേ ലൊക്കേഷൻ പാറൻകോടാ. ഇതൊക്കെ ഞാൻ വന്നിട്ടേ അല്ല ഇവിടെ നിന്ന്, ഫസ്റ്റ് ടൈം വരണം കേട്ടോ. ഫ്രണ്ടിൽ ആരെയും കാണാൻ വിട്ട് പറന്ന് പോയെന്ന് തോന്നുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ വഴി തെറ്റി പോകാൻ പാടില്ല, എവിടെയെങ്കിലൊക്കെ കറക്റ്റായി നോക്കി പോകണം. സുധീഷേ ഭയങ്കര മോശം ടയർ കേട്ടോ. അതായത് വണ്ടി കോർണർ ചെയ്യാൻ നേരത്ത് ഒട്ടും തന്നെ ധൈര്യമില്ല, ഒരു പേടിയായിരിക്കും വണ്ടി വിട്ടുവന്ന്. വാവ്, സൂപ്പർ ലൊക്കേഷൻ കേട്ടോ, ഒരു രക്ഷയില്ല. എപ്പോഴും പറയാൻ പോലെ തന്നെ ഒരു രക്ഷയില്ല. പൊളി കേട്ടോ, ഫുൾ ഫോറസ്റ്റ് കണ്ടാ. ആഹാ, സൂപ്പറായി. ലൊക്കേഷൻ മാറിയിട്ട് കേട്ടോ. ശരി, കുഴപ്പമില്ല, നമുക്ക് മാപ്പ് ഉണ്ടല്ലോ, നോക്കി പോയാൽ പോരെ. പൊന്മുടി മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കാണിക്കാൻ പോണ്. ഈ റൂട്ട് ഞാൻ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം വരണത്, ആണ് വിഷയം. എങ്ങോട്ട് പോകണം, ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ പോകേണ്ടത്? ശരി, സുധീഷ പയ്യെ പോവാം നമുക്ക്. അവർ ഫ്രണ്ടിൽ പോകണമെങ്കിൽ പോട്ട്. നമുക്ക് എന്തായാലും അവരെ കൂടെ പിടിക്കാൻ പറ്റൂല. ഇതിപ്പോൾ എങ്ങനെ പോകണം നോക്കട്ടെ. നേരെ തന്നെ കാണിക്കണം. 28 കിലോമീറ്റർ റൂട്ടൊന്നും മാറിയില്ല, കറക്റ്റ് റൂട്ടിൽ. സുധീഷ പോ കമോൺ ക്വിക്ക്. ഫോൺ എടുത്ത് പോകറ്റി ശരിയാവില്ല. എന്താ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വലിയ ബമ്പൊക്കെ പറഞ്ഞ് നമ്മൾ സ്പീഡിൽ പോവുകയാണ്. വൈബ്രേഷൻ തെറിച്ച് പോയി കഴിഞ്ഞാൽ ഫോൺ പോയത് തന്നെ. ഇവിടെ നിന്ന് തടി ഇറക്കണതാ. കൊള്ളാമല്ലോ, നല്ല കാഴ്ചകളാണ്. നമ്മളങ്ങനെ വിതുര എത്തിയിട്ടുണ്ട്. വിതുര കഴിഞ്ഞ് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ വരും? ഒരു 20 കിലോമീറ്റർ വരുമായിരിക്കും അല്ലേ, എത്ര തന്നെ. പൊന്മുടിക്ക് നമ്മൾ കുറേ പ്രാവശ്യം പോയ സ്ഥലമാണ്. എന്നാലും ഓരോ പ്രാവശ്യം പോകുമ്പോഴൊരു പുതിയ ഫീലാണ്. ആ ഒരു സ്ഥലം അത്രയ്ക്ക് ഇഷ്ടമാണ് സത്യം പറയാമല്ലോ. ഒരു കുട്ടി കൊടൈക്കനാൽ അല്ലെങ്കിൽ കുട്ടി ഊട്ടി എന്ന് പറയാം അല്ലേ. ചില ആൾക്കാർക്ക് പറയും പൊന്മുടിയൊക്കെ കണ്ട് മടുത്ത് ബ്രോ എന്ന് പറയും. പക്ഷെ നമുക്ക് മടുക്കില്ല. ട്രിവാൻഡ്രംകാർക്ക് പൊന്മുടി എന്ന് പറയുന്നത് ഒരു പൊന്നാണ് അല്ലേ. ഇവിടെ ഉണ്ട് എല്ലാവരും. ഹായ്. ഓക്കെ, ഇതാണോ പുതിയ ആള്? അപ്പോൾ എല്ലാം ഓക്കെ ആയല്ലോ, ടീമെല്ലാം സെറ്റ് ആയല്ലോ. സത്യം പറഞ്ഞില്ല, റൈഡ് ചെറുതായി പോട്ടാ, പെട്ടെന്ന് എത്തിയണ്ട. ഒരു 300 കിലോമീറ്റർ പോയാൽ സൂപ്പർ ഫീൽ ആയനെ. വണ്ടി ഇവിടെ ഒതുക്കിയെടുത്തമ്പാ. ഇത്ര നേരം ഓടിയല്ലേ പറന്ന് അവരെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പറ്റിയില്ല. എന്നാലും പുള്ളി നല്ല ട്രൈ ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞ ടയറാണ് വിഷയം കേട്ടോ. പന്ന ടയർ. ഞാൻ വിചാരിച്ചു ഓഫ് റോഡിന് വേണ്ടി നല്ല പോലെ വർക്കൗട്ട് ആവും വിചാരിച്ചു. പക്ഷേ ഈ ടയർ വന്നിട്ട് നല്ല കോട്ട വണ്ടി ഓടിക്കാൻ നേരത്ത്. ഇനി ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത വർഷം ടയർ മാറ്റിയപ്പോൾ നോക്കി വാങ്ങിച്ചാൽ മതി അല്ലേ. ഉള്ള ക്വാളിറ്റിൻ്റെ സ്റ്റിക്കറൊക്കെ മാഞ്ഞു പോയി, ഇനി പുതിയത് ഒട്ടിക്കണം. ഇത് BMW-യുടെ GS-R 1200 cc ആണ് ബൈക്ക് കേട്ടോ. നിങ്ങളെ ബൈക്കാണല്ലേ? സൂര്യ ബൈക്ക് പൊളിയാണല്ലോ അല്ലേ. എല്ലാവരും സൂപ്പർ ബൈക്കിന്, ഞാൻ മാത്രമാണ് ചെറിയൊരു ബൈക്ക് 150 cc. പിടിച്ച് നിൽക്കാൻ പറ്റില്ല നിങ്ങളോട്. എന്ത് പറന്ന് പോകണം ഓരോരുത്തരും. ഒരു സാവട്ടെ ഞാനൊരു കിടലം ബൈക്ക് വാങ്ങി നിങ്ങളെ ഓവർടേക്ക് ഫ്രണ്ടിൽ പോകും നോക്കിയോ. ഞാൻ നോക്കിയപ്പോൾ ആരെയും കാണാനില്ല, വഴി മാറിപ്പോയി. അപ്പോൾ ഇനി വേറെ വിഷയമൊന്നുമില്ല, ഇവിടെ നിന്ന് കറക്റ്റായിട്ട് എല്ലാവർക്കും ഒന്നിച്ച് പോകാം. ഞാൻ പയ്യെ പോളും. പോട്ട് ഓക്കെ. അപ്പോൾ പോകുന്ന നമ്മൾ പ്രവീൺ ചേട്ടന് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ നിന്ന് ഒന്നിച്ചിനി പോകാം, വേറെ വിഷയമൊന്നുമില്ല. സംഭവം അങ്ങോട്ട് പൊന്മുടി പോകാൻ വഴിയില്ലെന്ന് കാണിക്കുകയാണ്. 2 വീലർ ഓൺലി. 2 വീലർ പോകും കേട്ടോ. ഇവർ റൈറ്റ് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് റൈറ്റ് കയറി പോകാം. സംഭവം അവിടെ എന്താ റോഡ് പണി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിടില്ലെന്ന് പറയുന്നത്. ബൈക്കെല്ലാം പോകും കുഴപ്പമില്ല, കാറ് പോകില്ല. പിന്നെ ഇവരെ വലിയ ബൈക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ വിഷയം വരും. അതാണ് ഇവർ ഇങ്ങോട്ട് കയറി പോയത് ഈ വഴി കൂടെ. റൂട്ട് കൊള്ളാലോ, പൊളിയാണല്ലോ, അടിപൊളി അല്ലേ. കണ്ടാ ഇത് രസം കണ്ടാ റൂട്ട് കാണാൻ. ഇത് എവിടെ പോയി ചേരാമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും പോകുമ്പോൾ അറിയാലോ അല്ലേ. തിന്നക്കതാ ശക്തി അലങ്കാരി തന്തന പൂമാരി. ഇതൊരു പഴയ തമിഴ് പാട്ടാണ്, ശരത് കുമാറിൻ്റെ. ഈ പാട്ടിൽ കുറേ ട്രോളുണ്ട്. ശരത് കുമാറിൻ്റെ ഡാൻസ് പൊളിയാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. പെട്ടെന്ന് ഓർമ്മ വന്ന് എന്താ ചുമ്മാ പാടി തന്നെ. ഇതുപോലെ കുറേ പാട്ടുകൾ പെട്ടെന്ന് മൈൻഡിൽ വരും, നമ്മൾ തന്നെ പാടിക്കൊണ്ടിരിക്കും അല്ലേ. റൈഡ് ആയി കഴിഞ്ഞാൽ പാട്ട് വേണ്ടേ, പാട്ടില്ല എന്നോ റൈഡ്. ഈ ലൊക്കേഷൻ്റെ പേരാണ് മരുതാമലൈ.
മരുതമലൈ മാമണിയേ മുരുകയ്യ. കണ്ടാ പാട്ട് കണ്ടാ? ഇതാണ് ഇതുപോലെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ പാട്ടുകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കാണ് വരും. അതൊക്കെ പാടിക്കൊണ്ട് പോകണം. സുധീഷിന് കണ്ടനില്ലാത്തതുകൊണ്ട് എന്തൊക്കെയാ പറഞ്ഞ് പോവാൻ കേട്ടാ. പൊന്മുടി ഹിസ്റ്ററി എന്നാണ് സുധീഷ പറ, അത് പറയാറുണ്ടോ? ഗൂഗിൾ നോക്കണം. പൊന്മുടി എന്നല്ല, എല്ലാ ഹിൽ സ്റ്റേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരന്മാരുണ്ടാക്കിയത് തന്നെ, വേറെ ഒന്നുമില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന ശേഷം അവർക്ക് ചൂട് പിടിക്കൂല, അതുകൊണ്ട് അവർ തണുപ്പുള്ള ഏരിയ നോക്കി പോയി. അപ്പോൾ അങ്ങനെ ഊട്ടി, കൊടൈക്കനാൽ, പൊന്മുടി, മൂന്നാറൊക്കെ അവർ ചൂസ് ചെയ്ത് അങ്ങോട്ട് അവർ താമസം തുടങ്ങി. അപ്പോൾ അവിടെ താമസമായി. പിന്നെ അവർക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചായക്ക് വേണ്ടി കൃഷി തുടങ്ങി, ചായ കൃഷി. അപ്പോൾ ആ സമയത്ത് ഹിൽ സ്റ്റേഷനിൽ ടൂർ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടാൻ പോകില്ല, വലിയ വലിയ ജന്മിമാരെ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ അവരും അവർ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ പോയി വരുമായിരുന്നു. അങ്ങനെ അവർ അങ്ങോട്ട് പോയി വന്ന് ആ ഏരിയ ഫുൾ ഡെവലപ്പ് ആയി നല്ല പോലെ. പിന്നെ ഹിൽ സ്റ്റേഷനിൽ പോകുന്ന റോഡൊക്കെ നല്ല വലുതാക്കി, ട്രാൻസ്പോർട്ടേഷൻ കൂടിയായിരുന്നു. കൂടിയ സമയത്ത് പിന്നെ സാധാരണ ആൾക്കാർ പോയി തുടങ്ങി അതുവഴി. അങ്ങനെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹിൽ സ്റ്റേഷൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞത് അല്ലേ? ഇതന്നെ കറക്റ്റാണെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ മല കയറി തുടങ്ങിയിരിക്കുകയാണ്. ഹെയർ പിൻ ബെൻഡൊക്കെ വന്നാ എന്തോ ആർക്കറിയാം. അപ്പോൾ ഈ റൂട്ട് നേരെ പോയി ഇങ്ങോട്ട് കയറി ഒരു പിടിയില്ലല്ലോ. മറ്റേ റൂട്ടാണെങ്കിൽ കറക്റ്റ് എനിക്ക് ആരെയും കാണാതെ. ശരി ബാ, എന്തായാലും നേരെ പോവാം. റോഡ് കിടക്കല്ലേ, പൊയ്ക്കൊണ്ടിരിക്കാം. ബാ, കമോൺ. സുധീഷ് റൂട്ട് കറക്റ്റ് ചെയ്ത് നോക്ക്. നമ്മളെ ഫ്രണ്ടിൽ ആരുമില്ല, ബാക്കിൽ ആരുമില്ല. റൂട്ട് മാറിയാ? പൊന്മുടി വഴി മാറിയാ? അപ്പോൾ ബാക്ക് പോയിട്ട് ഓക്കെ വഴി മാറിപ്പോയി. എന്ത് കള്ളി ഷാപ്പ്? അമ്പാടി കള്ളി ഷാപ്പല്ലേ, 4 കിലോമീറ്റർ പോകണം. വഴി മാറി സുധീഷ്. ഇതേതാണ് സ്ഥലം? വെൽക്കം ടു വാഴവന്തോൽ വാട്ടർഫാൾസ്. സംഭവം ഇത് ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, വാഴവന്തോൽ വാട്ടർഫാൾസ്. ഇപ്പോൾ ഇവിടെ 4 കിലോമീറ്റർ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ അമ്പാടി കള്ള് ഷാപ്പുണ്ട്. ഒരു കള്ളം കുടിച്ച് റൈറ്റ് കയറി പോയി കഴിഞ്ഞാൽ പൊന്മുടി എത്തും. അത്ര വേറെ വിഷയങ്ങളൊന്നുമില്ല. വാഴ്ക്കൈ എൻപതേ അൻപിനിൽ ആസൈ പുന്നകൈ മൂഞ്ചിയിൽ. ഇപ്പൊ എന്ത് ചെയ്യും മള്ളയ്യ? നീ ഇനി ഒന്നും ചെയ്യണ്ടല്ല, നാ ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റിലാണ് പോകേണ്ടത് കേട്ടാ. ഓ, ഇതാണ് വഴി. ഇവിടെ സംഭവം ബോർഡുണ്ടായിരുന്നു, നമ്മൾ നോക്കിയില്ല. കല്ലാറ് പൊന്മുടി ഭാഗത്തേക്കുള്ള വാഹനം ഇതുവഴി പോകണം. ബെസ്റ്റ്. ഇത് നോക്കാതെ സുധീഷ് നേരെ പോയതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഷേ അയ്യയ്യയ്യയ്യേ, ഒരുപാട് കറങ്ങി വേസ്റ്റായിട്ട്. 4 കിലോമീറ്റർ അങ്ങോട്ട്, 4 കിലോമീറ്റർ ഇങ്ങോട്ട്, 8 കിലോമീറ്റർ കറങ്ങി. അവരൊക്കെ മുഖ്യവാറും ചെക്ക് പോസ്റ്റ് കാണും കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. അവിടെ ഒരു ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചല്ലോ അല്ലേ? വാഴവന്തോൽ വാട്ടർഫാൾസ്. ബസ്സിൽ പാട്ട് കണ്ടാ? ഓ, ഇവിടെയാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ചിറ്റാർ പാലം പുനർനിർമ്മാണം അത് ആയതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ റൂട്ട് മാറ്റി വിട്ടിരിക്കുന്നത്. കാറുകാരെ മാത്രമാണ്, ബൈക്കിന് വിഷയമില്ല. മര്യാദയ്ക്ക് ആ ബൈക്ക് കയറുന്ന വഴി പോയിരുന്നെങ്കിൽ നമ്മൾ കറക്റ്റ് എത്തി തന്നെ. വഴി മാറ്റി പിടിച്ചുകൊണ്ട് ബോർഡും കാണാതെ ഏതോ വാഴവന്തൽ വാട്ടർഫാൾസിൽ കുളിച്ചിട്ടാണ് സുധീഷ് പോണത്. ഓക്കെ, നമ്മളിങ്ങനെ കല്ലാറ് പാലം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എവിടെ എത്തിയെന്ന് പറഞ്ഞുകൂടാ. ശരി, കുഴപ്പമില്ല. അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും അല്ലേ അവിടെ ചെക്ക് പോസ്റ്റിൽ. സത്യം പറഞ്ഞാൽ നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ല റൈഡിൽ. ആ ഒരു കാര്യത്തിൽ എപ്പോഴും ക്ലിയർ ആക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇപ്രാവശ്യം വഴി തെറ്റിയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് അവർക്ക്. ശരി, കുഴപ്പമില്ല. അവർ ചോദിക്കണമെങ്കിൽ പറയാം. പറഞ്ഞ വഴിക്ക് ഭയങ്കര ഫാൻസുകാരും നമ്മളെ KLTൻ്റെ. അവരൊക്കെ ഒന്ന് സെൽഫി എടുക്കാൻ നിന്ന സമയത്ത് അങ്ങനെ ഡിലേ ആയെന്ന് പറയാം അല്ലേ? വിശ്വസിക്കാമെന്നില്ല. ശരി, കുഴപ്പമില്ല അല്ലേ? വാഴവന്തൽ വാട്ടർഫാൾസ് കണ്ടല്ലോ, സൂപ്പർ അല്ലേ? ബൈക്കെല്ലാം മുകളിലല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ കാറ് മാത്രം ഇവിടെ എൻട്രി ഇടാണ്ടത്, ബൈക്കെല്ലാം മുകളിലാണ്. അപ്പോൾ എന്തായാലും ഈ തിരക്കി നമ്മൾ രക്ഷപ്പെട്ടല്ലേ? സൂപ്പർ, പൊളി. വാ അകത്ത് കയറ്. പൊന്മുടി, വെൽക്കം ടു പൊന്മുടി, നൈസ് ടു മീറ്റ് യു. കറക്റ്റ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ AC-ക്കകത്ത് കയറിയ ഫീലാണ്. അതെങ്ങനെയാണെന്നോ അല്ലേ? സംഭവം ഫുൾ കാടും മലകളല്ലേ? ഇപ്പോൾ ഈ തണുപ്പെല്ലാം കറക്റ്റ് പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ AC-ക്കകത്ത് കയറി ഫീൽ കിട്ടും. അങ്ങനെയാണ്. തള്ളി വിട്. അവിടെ ഒരു ബൈക്ക് കിടത്തിയൊക്കെ പോകണം, ഹീറോയുടെ സ്പ്ലെൻഡർ. ടയർ ഇത്രേ ഉള്ളൂ ആ പടം. ശരി, ഓട്ടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വിഷയമില്ലായിരിക്കും. നല്ല ഇരുട്ടി കേട്ടോ. മിക്കവാറും ഒരു മഴ കാണാൻ ചാൻസ് ഉണ്ട്. മണിപ്പോൾ എത്രയായി? മണിയിപ്പോൾ 3:45 മണിയായി. അതാത്ത എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ പാവം കേട്ടാ. ഭയങ്കര ഫാൻസ് അവിടെ, സമ്മതിക്കില്ല പോവാൻ. ഒന്നുമില്ല, വഴി മാറി ഇങ്ങോട്ടൊക്കെ പോയേട്ടാ. ഓക്കെ, വണ്ടി ഇവിടെ ഒതുക്കാം. എന്തായാലും കുഴപ്പമില്ല, എത്തി. ഇങ്ങനെയൊക്കെയോ കഷ്ടങ്ങൾ തന്നെ, ഗ്യാസ് കെട്ട്. ഞാൻ വഴി മാറി പോയേട്ടാ അങ്ങോട്ട്. വാഴവന്തോൽ വാട്ടർഫാൾസ് ഉണ്ടല്ലോ, വാഴവന്തോൽ വാട്ടർഫാൾസാ. അവിടെ പോയി ഞാൻ ബോർഡ് കണ്ടില്ല, നേരെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. അവിടെ ചെക്ക് പോസ്റ്റ് ചെയ്യും, കയറി വിടില്ല. അവിടെ കുളിക്കാൻ പറ്റുമോ അപ്പോൾ നമുക്ക്? നിങ്ങളെപ്പത്തി ഇവിടെ 10 മിനിറ്റ് ആയുള്ളൂ. ഓക്കെ, അപ്പോൾ പോകാന്നാ. വാ, സ്ഥലം വിടാം. നിങ്ങൾ ഞാൻ വലിയ ഫേമസ് ആക്കി സ്റ്റാർ ആക്കും, സിനിമ കയറ്റി വിടാം. നമുക്ക് സിനിമ എടുത്താലോ? ഇനി ഞാൻ കൂട്ടണം. ഈ ലോകം മൊത്തം യൂണിവേഴ്സ് അറിയണം. വിൺവെളി നായക എന്ന് പറയൂലേ, അതാവണ്ടേ? ഓക്കെ, പോ സമയം. എൻ്റെ വണ്ടി ഇവിടെ. വിൺവെളി നായക എന്ന് പറഞ്ഞ് വയലിൽ പുല്ല് വെട്ടാൻ പോണ് കമലഹാസൻ. എന്തോന്ന് പടം അല്ലേ? കോമഡി. വാ, സൂപ്പർ അല്ലേ? ഇപ്പോഴാണ് മാസമായത് കണ്ടാ. ഇതേപോലെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റിൽ ഒന്നിച്ച് പോകണം അല്ലേ? നടക്കണില്ലല്ലോ. അവർ ആരെയും കത്തിപ്പിടിച്ച് പോവല്ലേ? പയ്യന്മാരെ നോക്കണം കേട്ടോ നമ്മളാ, സൂപ്പറായിട്ട്. നമ്മളെല്ലാം അവരെ നോക്കണം, നമ്മളെ വണ്ടി ആരും നോക്കണം. നേരെയാ നേരെ പോവാൻ.
ഇവിടെയാണ് ചെക്ക് പോസ്റ്റ്. ഫുൾ ബ്ലോക്ക് ആയിരിക്കുകയാണ്. പയ്യെ കയറാൻ കുഴപ്പമില്ല. സംഭവം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചെക്ക് പോസ്റ്റിൽ നമ്മൾ വണ്ടി നമ്പർ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെയാണ് KTDC ഹോട്ടലുള്ളത്. റൂമൊക്കെ ഓൾറെഡി ബുക്ക്ഡാണ്, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ എൻ്റെ GoPro ചാർജ് ചെയ്യുന്ന ഫുൾ ഓഫായി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം KTDC ഭാഗത്തറ. അപ്പോൾ പേര് ഐഡി പ്രൂഫ് കൊടുത്തായിരുന്നു എല്ലാവരുടെ പേരിലും. എനിക്ക് നമ്മൾ ഇവിടെ കയറാം. ഇത് രണ്ടുപേരും അവിടെ എടുക്കട്ടും, ഒരാളും കൂടെ അവിടെ ബാക്കി 4 പേർ. മൊത്തം 3 മുറി ബുക്ക് ചെയ്തായിരുന്നു. ഒരു മുറി നമ്മളിവിടെ ഫസ്റ്റ് കണ്ട മുറി, പിന്നെ അവർക്കുള്ള താഴോട്ടുള്ള ഇറക്കത്തിൽ 2 മുറിയുണ്ട്. മൊത്തം 3 മുറി 9 പേര്. ഇവിടെ 2 പേര്, ഞാനും സൂര്യ അല്ലേ, ഞാനും സൂര്യ ഇവിടെയാണ്. നമുക്ക് ആദ്യം ഫ്രഷപ്പ് ആയിട്ട് ഈ ബാഗെല്ലാം വച്ചിട്ട് താഴോട്ട് പോകാം. കുറച്ച് നേരം കമ്പനി എടുത്തിരിക്കാം. എന്നെങ്കിൽ പറ, ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞ ബോറടിക്കുന്നു. പുള്ളിക്ക് ഭയങ്കര നാണം മാറ്റിയിട്ടിരുന്ന കാര്യം. ഇന്ന് പൊന്മുടി വിട്ട് പോകുന്ന നേരത്ത് പുള്ളി വ്ളോഗ് ക്യാമറ പിടിച്ച് ആ ലെവലാകും. ഓക്കെ, ഇത്രേ ഉള്ളത്. അപ്പോൾ ഇതാണ് മുറി. കയറിയോടെ നല്ല വലിയ കട്ടിലുണ്ട്. ഒരു 3 പേർക്ക് കറക്റ്റായി കിടക്കാൻ പറ്റും. പിന്നെ ഇവിടെ കബോർഡും കാര്യങ്ങളും, ബാത്റൂം, പിന്നെ ഇവിടെ ഒരു ചെറിയ ഇവിടെ ഒരു മുറി ഉണ്ടല്ലോ. അപ്പോൾ സംഭവം ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ 3 പേർക്ക് കിടക്കാം സൂപ്പറായിട്ട്. സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് ഞാൻ പൊന്മുടി വന്നിട്ട് സ്റ്റേ ചെയ്യണത്. ഞാൻ സാറിന് വരും ഫാമിലി ആയിട്ട് വന്നിട്ട് ഉടൻ തന്നെ പോകും വൈകിട്ടാകുമ്പോൾ തന്നെ. അപ്പോൾ ഇവരൊക്കെ ഇവിടെ വന്ന് ഈ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ. അപ്പോൾ ഇവരെ കൂടെ നമ്മൾ വൈബ് പഠിക്കാം അല്ലേ ബ്രോ? ഫസ്റ്റ് ടൈമാണോ സ്റ്റേ ചെയ്യണത്? ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ടാണല്ലേ നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 6 മണി ആയിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ റൂമൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ മുറി പോയിട്ടുണ്ട്. മൊത്തം 3 മുറിയിൽ 9 പേരായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് എൻ്റെ മുറി കേട്ടോ. ഈ മുറിയുടെ ഈ സൈഡിലായിട്ട് താഴോട്ടായിട്ട് നല്ല സൂപ്പർ സീനറി കാണിച്ചിട്ടാ. അപ്പോൾ ഇവിടെ നല്ലൊരു കിടിലൻ വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പൊന്മുടി മല സൂപ്പറായിട്ട് കാണാം. ദൂരം ഉണ്ട്, അവിടെ നിന്ന് കുറേ കാറിൽ പോകണോട്ടാ. എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന വഴിയായി മിക്കവാറും. നല്ല ആംബിയൻസ്, ഫുൾ നാച്ചുറൽ, അധികം റഷ് ഇല്ലാത്ത, അധികം പോപ്പുലേഷൻ ഇല്ലാത്തൊരു ഏരിയയാണ് പൊന്മുടി എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന മാക്സിമം ആൾക്കാർ പൊന്മുടി കാണും, അപ്പോൾ തന്നെ പോവുകയും ചെയ്യും. ചില ആൾക്കാർ മാത്രമാണ് ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടുത്തെ ഒരു വൈബ് അനുഭവിക്കുന്നത്. ഇന്ന് അതിൽ ഞാനും ഒരാളായിട്ട് മാറി. അവിടെ നോക്ക് സൂപ്പറായിരുന്നു, പൊളിയില്ലേ. അപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ രാത്രി വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മഴയായിരിക്കും രാത്രിയൊക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഈ പൊന്മുടി കുറേ പ്രാവശ്യം കണ്ട് മടുത്തെന്ന് പറയണല്ലേ, അവർക്ക് വേണ്ടി പറയാണ്. അങ്ങനെ കണ്ട് മടുത്തുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു സ്റ്റേ ചെയ്ത് നോക്കുക, അത് പ്രത്യേക ഫീലാണ്. അപ്പോൾ മണി ഇപ്പോൾ 6 മണി കഴിഞ്ഞുകൊണ്ട് വേറെ കറക്കമൊന്നുമില്ല, എല്ലാവരും റൂമിൽ സ്റ്റേ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, കൂട് പഴംപൊരി കിട്ടിയിട്ടുണ്ട്, സൂപ്പർ കേട്ടാ. ആഹാ പൊളി. ഇനി ചായ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഈ ജൂൺ ജൂലൈ ഒക്കെ നല്ല തണുപ്പും മഞ്ഞുള്ള സമയമാണ്, നല്ല മഴയുണ്ട്. ഈ സമയത്ത് ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫീലായിരിക്കും. എന്തൊരു ടേസ്റ്റ്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ പഴംപൊരി കഴിച്ചിട്ടില്ല, അത്ര ടേസ്റ്റ് ആയിരിക്കും. ഇത് ടേസ്റ്റ് ആകാൻ കാരണം വേറെ ഒന്നുമില്ല, വിശപ്പ്. മണി ഇപ്പോൾ രാത്രി 9:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ സമയമായി. ഇപ്പോൾ ഇത്ര നേരം റൂമിനകത്ത് ഭയങ്കര കളിയടി ചിരിയൊക്കെ ആയിരുന്നു, അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല വിശപ്പ് തുടങ്ങി, കഴിക്കാൻ സമയമായി. അപ്പോൾ ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് താഴെ, അതായത് റൂം മുകളിലാണ്. അവിടെ നിന്ന് കുറേ പടിക്കെട്ടിറങ്ങി താഴോട്ട് വരണം കേട്ടോ. റെസ്റ്റോറൻറ്റ് ബൊഫയാണ് കേട്ടോ. ഹായ്. പൊട്ടറ്റോ ക്യാപ്സിക്കം, കോഴിക്കറി, ചോറ്, തണ്ണിമത്തൻ പീസ്, പിന്നെ ഒരു സൂപ്പ് എടുത്തായിരുന്നു, വെജ് സൂപ്പ്. നല്ല ചൂടുണ്ട്. മെയിനായിട്ട് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതുണ്ട് തോന്നുന്നത് സ്വീറ്റ് കോൺ ഉണ്ട്. സ്വീറ്റ് കോണിൻ്റെ ടേസ്റ്റ്, ആ കുരുമുളകിൻ്റെ എരിവ് പൊളി. അടുത്ത ചോറ് കഴിക്കാം. കൊള്ളാം. കോഴി ഇറച്ചി കറി നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ ടേസ്റ്റ് കൊള്ളാം, നന്നായി. ഇത് ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കും ചേർത്തൊരു പുതിയ ഡിഷാണ്. ഫുഡൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഹോംലി ഫുഡ് പോലെ ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ നല്ല വയറിനച്ച് കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഒരു 12:30 മണിയായപ്പോൾ 3 ഇഡ്ഡലിയും ഒരു ഓംലെറ്റ് കഴിച്ചായിരുന്നു. രാവിലെ കാപ്പി കുടിച്ചു, അത് വേറെ വിഷയം. എന്നാൽ ഉച്ചയ്ക്ക് എന്ത് കഴിക്കാൻ വേണ്ടി കഴിച്ചു തന്നായിരുന്നു. ബാക്കി സമയം ഫുൾ ട്രാവലിംഗ് ആയിരുന്നു. നൈറ്റായപ്പോൾ എന്തൊക്കെ സ്നാക്സ് കഴിച്ചായിരുന്നു. ഇപ്പോൾ നല്ല വിശപ്പുണ്ട്, നല്ല വൃത്തിയായി കഴിച്ച് അടിപൊളി. പൊളി നല്ല കഴിച്ചാ വയറ് നിറച്ച്. ബുൾസയാ ശരി എന്നെ നമുക്കൊന്നും ബുൾസയില്ല കേട്ടോ, അവർക്ക് എന്താ സ്പെഷ്യലായിട്ട് കൊടുക്കുകയാണ്, എന്താ ഉണ്ടല്ലോ. അപ്പോൾ ഓക്കെ, എല്ലാം കഴിച്ച് കഴിയാറായി. എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ ഫുഡ് അത്ര തന്നെ. കൊള്ളാട്ടോ, കൊള്ളാം, നല്ല ഫുഡ്. നമുക്കൊന്ന് ഹിന്ദി പാട്ടാണ് കൂടെ, അതുകൊണ്ട് ഹിന്ദി വൈബ് പറയാ. The next day. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് പൊന്മുടി ഡേ 2 ആണ്. അപ്പോൾ നല്ല വൃത്തിയായി ഉറങ്ങിയായിരുന്നു. രാവിലെ അടിച്ചപ്പോൾ കറക്റ്റ് 8 മണി അടുപ്പിച്ചായി. പിന്നെ അഴിച്ച് കുളിച്ചൊന്നുമില്ല, നല്ല തണുപ്പുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് പല്ലൊക്കെ തേച്ചായിരുന്നു. അപ്പോൾ അത്ര തന്നെ. ഇനി നേരെ പോയി കാപ്പി കുടിക്കണം. റെസ്റ്റോറൻറ്റ് ഇന്നലെ പോയി അവിടെ തന്നെ കാപ്പി കുടിച്ചിട്ട് നേരെ പുറപ്പെടാൻ തന്നെ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ പറഞ്ഞാൽ നല്ല മഴയാണ്. എന്താ മിക്കവാറും റൈഡ് മൊത്തം മഴയായിരിക്കും. മഴയാണെങ്കിൽ കൊള്ളായിരുന്നു. വേറെ ഒന്നുമില്ല, ബൈക്ക് റൈഡിന് മഴ വേണ്ടേ, അതെങ്കിലും രസമുള്ളൂ. ഇന്നലെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ മഴ പ്രതീക്ഷയാണ്. എവിടെ നിന്ന് നമ്മളെ ലക്കിന് മഴ പെയ്യൂല, അങ്ങനെയാണ്. ഇവിടെ ഒരു ടവറുണ്ട് കേട്ടാ, 5 പൈസക്ക് പ്രയോജനമില്ല. ഇപ്പോൾ എൻ്റെ സിം വന്നിട്ട് എയർടെലാണ്, അതിന് റേഞ്ച് ഒന്നുമില്ല. പിന്നെ ഇവിടെ വോഡാഫോൺ ഇന്ത്യ എന്ന VI ഉണ്ടല്ലോ, അവർക്കൊക്കെ സിം റേഞ്ച് ഉണ്ടെന്നാണ് പറയണത്. അതുകൊണ്ട് ആരെയും വിളിക്കാനും പറ്റില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് നോക്കാൻ പറ്റില്ല. പിന്നെ ഇന്നലത്തെ അതേ ലൊക്കേഷൻ തന്നെ അപ്പുറത്തൊക്കെ വ്യൂ പോയിന്റ് നല്ല അടിപൊളി. ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ നോക്കുന്നുണ്ട്. ചെറിയൊരു നാളം പോലെ പറഞ്ഞു ശരിയാവില്ലേ, ആ ഒരു ഫാമിൽ നമ്മൾ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആറ് വിഷയമൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ടില്ല. പിന്നെ ഒരു കാര്യം, പൊന്മുടി വ്ളോഗ് സാധാരണ നമ്മൾ ചെയ്യണ സ്റ്റൈൽ വേറെയാണ്, അറിയാലേ. ഇപ്പോൾ ഈ ഗ്യാങ്ങിന് കൂടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ മാക്സിമം എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ കാണിച്ച് പോകും, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് ഒന്നും വിചാരിക്കല്ലേ. മെയിനായിട്ട് വരുന്നത് ബൈക്ക് റൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൊക്കേഷൻ വേണമെങ്കിൽ പോകുന്ന വഴിക്കുവാണെങ്കിൽ കാണിക്കാം. എന്താ ഇവിടെ ഫുൾ മഞ്ഞ്, കോടൈ മഞ്ഞില്ലോ താഴ്വാരായി. നല്ല മഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ പൊന്മുടി തന്നെ വരണം. നല്ല പുക പോലെ നല്ല കട്ടൊക്കെ ഇരിക്കും. പക്ഷേ തണുപ്പ് വലിയ ലെവൽ തണുപ്പ് കാണില്ല, അതാണ് ഇവിടുത്തെ പ്ലസ്. കൂടുതൽ തണുപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അറിയാലോ. ഇപ്പോൾ ഊട്ടിയും കൊടക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ തണുപ്പ് കാരണം പുറത്തിറങ്ങാൻ തന്നെ ഒരു വിറയലാണ്. ഇവിടെ ആ വിറയലൊന്നുമില്ല, പക്ഷെ നല്ല മഞ്ഞും നല്ലൊരു വൈബ് കിട്ടും കേട്ടാ. എങ്ങനെയൊക്കെയാണ് കേട്ടാ. ശരി പാപ്പോ, കാപ്പിടി സമയമായി. ടയറിന് ചെറിയ കോട്ടം പോലെ ഫീൽ ആവണത്. കോട്ടമില്ല അല്ലേ? ആ ടയറിൻ്റെ ഇഷ്യൂവിന് വേറെ ഒന്നുമില്ല. അത് പുതിയ ടയർ മാറ്റിയ സമയത്ത് ഈ പാറ്റേൺ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള. അപ്പോൾ ഓക്കെ, കാപ്പിടിക്കാൻ പോകുന്ന ഇവിടുത്തെ പോകുന്ന വഴി കാണിച്ചത്. ഇന്നലെ കാണിക്കാൻ പറ്റിയില്ല, ക്യാമറ ഓഫായി പോയി, ചാർജ് ഇല്ലായിരുന്നു. ഫുൾ ഇറക്കമാണ് താഴോട്ട്. സംഭവം ഒരു മലയുടെ മോളിൽ നിന്ന് താഴോട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. ഓരോന്നായിട്ട് ഇങ്ങനെ പടി ഇറങ്ങി പോകണം. കൊള്ളാമല്ലേ ലൊക്കേഷൻ, പൊളിയായിരിക്കും. എന്താ പൊന്മുടി ഗസ്റ്റ് ഹൗസ്, അവിടെയും താമസിക്കാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അത് സൂപ്പറല്ലേ. കാറ്റിൻ്റെ എനർജിയിൽ കടക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് സോളാർ പാനലുണ്ട്. ഇവിടെ നല്ല കാറ്റുമുണ്ട്, നല്ല മഞ്ഞുമുണ്ട്, അളവായ തണുപ്പുമുണ്ട്. റെസ്റ്റോറൻറ്റ് എന്താ ഫുഡൊക്കെ എന്താ കഴിച്ച് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ആയിട്ട്. അപ്പോൾ കഴിക്കാന്നാ, നല്ല വിശപ്പുണ്ട്. അടിച്ച് ചൂണ്ടി എല്ലാ കാര്യമുണ്ടോ, സംസാരിക്കാൻ പാടില്ല കഴിക്കുമ്പോൾ. ഫുഡൊക്കെ പറഞ്ഞില്ല, ഒരു രക്ഷയില്ല. ഇന്നത്തെ ഫുഡും കൊള്ളായിരുന്നു, ഇന്നത്തെ ഫുഡും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല വീട്ടിലുണ്ടാക്കിയേക്കാളും സൂപ്പറായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ലല്ലേ, വീട്ടിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുഡൊന്ന് ദഹിപ്പിക്കണം, അതിന് വേണ്ടി നമ്മൾ പടി കയറിക്കൊണ്ടിരിക്കുക അല്ലേ ഏട്ടാ. ഇതൊരു 10-30 പടി കാണും. ഈ പടി കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിശപ്പുണ്ടാവും, പിന്നെ ആഹാരം കഴിക്കാം. ഓക്കെ, അപ്പോൾ പോകാലോ. ഡൺ. അപ്പോൾ നമുക്ക് ഇറങ്ങാന്നാ. ബാഗെല്ലാം പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാനൊന്നുമില്ല, ഒന്നും എടുത്ത് ഉപയോഗിച്ചൊന്നുമില്ല. ടീഷർട്ട് മാത്രം മാറ്റിയായിരുന്നു, പാൻറ് സെയിം തന്നെ. ഓക്കെ, അപ്പോൾ നേരെ പോയി ബാഗ് എടുക്കുക, പോകുക. അത്ര ഇത് നല്ല തമ്മിലാക്കാം, അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റ് കിട്ടി. ഫോട്ടോ എടുത്തില്ലേട്ടാ. വണ്ടിയുടെ റൂഫ് അടയ്ക്കാൻ മറന്നിട്ട്, സൺറൂഫ് അടയ്ക്കാൻ മറന്നു അല്ലേ, വെള്ളപ്പൊക്കമായി. ഇന്നലെ രാത്രി വണ്ടിക്ക് എല്ലാം ലോക്ക് ചെയ്ത് ഇറങ്ങിയായിരുന്നു കാറിൽ. വണ്ടിയുടെ സൺറൂഫ് അടയ്ക്കാൻ മറന്നുപോയി. ഉള്ള മഴ വെള്ളത്തിനകത്ത് ഇറങ്ങി നിറഞ്ഞാണ്. ഇപ്പോൾ അടച്ചാ? അടച്ചില്ലേ? രാവിലെ അടച്ചാ? അല്ല, തുറന്നിട്ട് വീണ്ടും വെയിലിംഗ് കൊണ്ടിട്ട് പോകും. പോന്നാ, അടിച്ചു പൊളിക്കണ്ടേ? എവിടെ നിങ്ങളെ വിട്ട് പറന്നു പോകും, ഞാൻ ബാക്ക് ചെയ്യുന്ന ഉരുട്ടി വരും. എന്റെ ഫുഡ് ഇവിടെ കഴിച്ചില്ലേ ഇപ്പം? കിങ് ഇരിക്കിടത്തിലേ വരും. സൗണ്ട് കണ്ട ഒരു രക്ഷയില്ല. ടപ്പു 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 ടപ്പു.
പോയി തെക്കോടൊക്കെ വീട് ഞാൻ പതുക്കെ പോകുള്ളൂ അല്ലെങ്കിൽ ഇത് 150 ഞാൻ പിടിക്കാൻ നോക്കി പറ്റുള്ളൂടാ അവര് പറന്നു പോകണം. ഓക്കെ, നമ്മൾ നൈശ്വരമായിട്ട് വീട്ടിൽ നിന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വീടല്ല, കോട്ടയം. ഇതിലേക്കൂടെ കയറി പോകാൻ പറ്റുമോ? നമ്മളെ ബൈക്ക് വിഷയമില്ല, ഇവരൊക്കെ ബൈക്കിനെ പാട്. നമ്മളൊക്കെ ചെറിയ ഏരിയയുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, നല്ല തിരക്കുണ്ട് പൊന്മുടിയിലൊക്കെ. മണി ഇപ്പോൾ രാവിലെ 10 പോലും ആയില്ല, അതിനിടയ്ക്ക് ഇത്ര തിരക്ക്. ഇനി അങ്ങോട്ട് പോകുന്നവർ ഫുൾ തിരക്കായിരിക്കും. നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട്. കണ്ട പൊളിയല്ലേ? വാവ്, എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലല്ലേ. നോക്ക് ഇങ്ങോട്ടൊക്കെ, ഇതൊക്കെ ഇനി കാണാൻ പറ്റില്ല, വല്ലപ്പോഴും കാണാൻ പറ്റുമോ? ഐഷൂട്ടി എന്ത് ചെയ്യണേ? ചുമ്മാ ഇരിക്കണ. ഇത്ര തന്നെ, വേറെ ഒന്നുമില്ല. പൊന്മുടി പോവുക, സ്റ്റേ ചെയ്യുക, ആഹാരം കഴിക്കുക, വരിക. മഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ട്, അതേ ഉള്ളു മഞ്ഞ്. ഇപ്പം പോയ സൂപ്പറാണ്. ഐഷൂട്ടി വരണ പൊന്മുടി, നാളെ പോവാം. നിങ്ങൾ ഇഷ്ടം പോലെ മഞ്ഞുണ്ട്. ബൈക്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കില്ല. ഇപ്പോൾ വീടെത്തി കഴിഞ്ഞിട്ടുണ്ട്. മണി ഇപ്പോൾ 12 മണി ആവാറായി. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ആഹാരം കഴിച്ചിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യണം. പിന്നെ വൈകിട്ട് ജോലിക്ക് പോകണം സൊമാറ്റോക്ക്. ഇതാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. റൈഡ് ആവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കാണിക്കാൻ, വേറെ സംഭവമൊന്നുമില്ല. എനിക്ക് വേറെ ഒന്നുമില്ല, ഇവരുടെ കൂടെ ഒരു റൈഡ് പോകണം അത്ര തന്നെ. ഈ സൂപ്പർ ബൈക്കുള്ള ആൾക്കാരെ കൂടെ ഒരു റൈഡ് പോകണം, ഒരു എക്സ്പീരിയൻസ് അത്ര തന്നെ. പിന്നെ ഒരു കാര്യം, എനിക്ക് സത്യം പറഞ്ഞ സൂപ്പർ ബൈക്ക് വാങ്ങണം ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ അതില്ലായിരുന്നു. ഈ റൈഡെ കണ്ടപ്പോൾ നമുക്കും ഇതുപോലെ ബൈക്ക് വാങ്ങിച്ച് ഇതുപോലെ ഒരു വൈബിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഭാവിയിൽ നടക്കുമായിരിക്കും, നോക്കാം, ട്രൈ ചെയ്യാം. എന്തായാലും നമ്മൾ ചെയ്യേണ്ട ജോലി, നമ്മളെ വർക്ക് മാക്സിമം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ ഭാവിയിൽ എല്ലാം കെട്ടേണ്ടത് കെട്ടിക്കോളും. ഓക്കെ, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ LAPG കട്ടക്ക് നിൽക്കണം. ഷൂട്ടിങ്